ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും വിധം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മുതൽ കമ്പ്യൂട്ടറുകൾ വരെ, എന്തിനു പറയണം ഫേസ്ബുക്കും സ്പോട്ടിഫൈയും വരെ എല്ലാം AI മയമാണ്. പലപ്പോഴും മനുഷ്യന്റെ അധ്വാനത്തെ ഇത് എളുപ്പമാക്കുന്നുണ്ടെങ്കിലും AI മനുഷ്യകുലത്തെ തന്നെ അപ്പാടെ ഇല്ലാതാക്കി കളയുമോ എന്നൊരു ഭയം ഇപ്പോഴും മനുഷ്യർക്കുണ്ട്. AI മേഖലയിൽ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇലോൺ മസ്കിനെ പോലുള്ളവർ പോലും AIയെ പേടിക്കണമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ChatGPT പോലുള്ള ഭാഷാ മോഡലുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2023 രണ്ടാം പകുതിയിൽ തന്നെ ChatGPTക്ക് പ്രിയം കുറഞ്ഞിരുന്നു എന്നാണ്. എന്നിട്ടും ഇപ്പോഴും AI ഭയക്കുന്നവർ ലോകത്താകമാനം ഉണ്ടെന്നുള്ളതാണ് സത്യം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? AI ഭയക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. ഈ കാര്യങ്ങൾ വിശദമായി തന്നെ ടെക് ടോക്കിലൂടെ നോക്കാം. പതിനെട്ടാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം തൊഴിലിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കൈത്തറി വ്യവസായം യന്ത്രവൽക്കരിക്കപ്പെട്ടപ്പോൾ തൊഴിലാളികൾക്കായുള്ള പരിശീലനം പുതിയ യന്ത്രോപകരണങ്ങൾക്കനുസരിച്ച് മാറേണ്ടി വന്നു. ഈ ഘട്ടത്തിൽ തൊഴിൽ ലഭിക്കുന്നത് വിദ്യാഭ്യാസം ഒരു അനിവാര്യ യോഗ്യതയായി പരിണമിച്ചു. 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയ വികസനങ്ങൾ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഗതാഗതം, കൃഷി തുടങ്ങിയ നിരവധി മേഖലകളിൽ അടിസ്ഥാനപരമായതും വിപ്ലവകരവുമായ മുന്നേറ്റങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. വ്യവസായ വിപ്ലവം മുതൽ ഡിജിറ്റൽ യുഗം വരെയുള്ള AIയുടെ ആഗമനം അത് പലക്കുറി ചർച്ചയായിട്ടുള്ളതാണ്. തൊഴിലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ മേഖലകൾ സാരമായി തന്നെ വിപുലപ്പെട്ടിട്ടുണ്ട്. സർവകലാശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും തൊഴിൽ ലോകത്തേക്കുള്ള പ്രധാന കവാടങ്ങളായും മാറിയ സമയമായിരുന്നു. 18-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം തൊഴിലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടെത്തിച്ചത്. കൈത്തറി വ്യവസായം യന്ത്രവൽക്കരിക്കപ്പെട്ടു. തൊഴിലാളികൾക്കായുള്ള പരിശീലനം പുതിയ യന്ത്രോപകരണങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടിയും വന്നു. ഈ ഘട്ടത്തിലാണ് തൊഴിൽ ലഭിക്കുന്നതിന് വിദ്യാഭ്യാസം ഒരു അനിവാര്യ യോഗ്യതയായി പരിണമിച്ചത്. 20-ാം നൂറ്റാണ്ടിലുള്ള ശാസ്ത്രീയ വികസനങ്ങൾ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഗതാഗതം, കൃഷി തുടങ്ങി നിരവധി മേഖലകളിൽ അടിസ്ഥാനപരമായതും അതേസമയം വിപ്ലവകരവുമായ മുന്നേറ്റങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. 1960കളിൽ തുടങ്ങിയ വിവര സാങ്കേതിക വിപ്ലവം കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനും ആശയവിനിമയത്തിനും വലിയ പുരോഗതികൾക്ക് കാരണമായിട്ടുണ്ട്. 1990കളോടെ ഇന്റർനെറ്റിന്റെ ആവിർഭാവം ആഗോളവൽക്കരണത്തിനും ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങൾക്കുമൊക്കെ ഗതിവേഗം നൽകിയിരുന്നു. അതിൻ്റെ സ്വാഭാവികമായ തുടർച്ച തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന AIയുടെ ഈ രൂപം അല്ലെങ്കിൽ ഈ വളർച്ച. 2010 ശേഷം ഡീപ്പ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ബിഗ് ഡാറ്റ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ തന്നെയാണ് AIയെ വിപ്ലവകരമാക്കി മാറ്റിമറിച്ചത്. സാം ആൾട്ട്മാൻ സഹസ്ഥാപകനായ OpenAI പുറത്തിറക്കിയ ChatGPT പോലുള്ള മോഡലുകൾ മനുഷ്യന്റെ ഭാഷയെയും ആശയവിനിമയങ്ങളെയും ആഴത്തിൽ പഠിക്കാനുള്ള AIയുടെ കഴിവിനെ ലോകത്തിനു മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ്. മനുഷ്യരാശിയുടെ വളർച്ചയ്ക്കും സംസ്കൃതിയുടെ പുരോഗതിക്കും എന്നും നിലനിൽക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസവും തൊഴിലും. അറിവ്, കർമ്മം, അനുഭവം എന്നിവയുടെ സമന്വയത്തിലൂടെയാണ് മനുഷ്യൻ ലോകത്തെ മാറ്റിപ്പണിതത്. വിദ്യാഭ്യാസം മനുഷ്യനെ ചിന്തിക്കാൻ പഠിപ്പിച്ചു. തൊഴിൽ ആ ചിന്തകളെ പ്രായോഗികമാക്കി. ജീവിതത്തിന്റെ അനന്തമായ സാഹചര്യങ്ങളെ ഈ രണ്ട് ഘടകങ്ങളും തുറന്നു കാണിച്ചു. എന്നാൽ ഇന്ന് അതിവേഗം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക ലോകത്ത് ഈ അടിസ്ഥാന ഘടകങ്ങൾക്ക് അവയുടെ പരമ്പരാഗത പ്രാധാന്യത്തോടെ തന്നെ നിലനിൽക്കാനാകുമോ എന്നൊരു ചോദ്യം വളരെയധികം പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കടന്നുപോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമാനതകളില്ലാത്ത വളർച്ചയുടെ ഒരു ഘട്ടത്തിലൂടെയാണ്. ഒരു കാലത്ത് മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയ ജോലികൾ ഇന്ന് നിർമ്മിത ബുദ്ധി ഈസിയായി ചെയ്യുന്നുണ്ട്. വിവിധ മേഖലകളിൽ AIയുടെ സ്വാധീനം ചെറിയ കാലയളവിൽ തന്നെ ഒട്ടുമിക്ക മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. ഈ നിർണായക സന്ധിയിലും തൊഴിലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സ്വഭാവം എങ്ങനെ പരിവർത്തനപ്പെടണം എന്നുള്ളത് ആധുനിക സാമൂഹിക, ശാസ്ത്ര, സാങ്കേതിക ചർച്ചകളുടെ എല്ലാം കാതലായി മാറിയിരിക്കുകയാണ്. ഒരുപാട് തൊഴിൽ ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഗോള ചിത്രം നോക്കിയാൽ 2013 ഓക്സ്ഫോർഡ് മാർട്ടിൻ സ്കൂൾ പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന പഠനം ലോകമെമ്പാടുമുള്ള തൊഴിൽ രംഗത്ത് വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയത്.
അടുത്ത 20 വർഷത്തിനുള്ളിൽ അമേരിക്കയിലെ 47% ജോലി സ്ഥാനങ്ങളും യന്ത്രവൽക്കരിക്കും അല്ലെങ്കിൽ യന്ത്രത്തിന് വിധേയമാക്കപ്പെടുമെന്നും അതിൻ്റെ ഫലമായി തൊഴിൽ മേഖലയിൽ സമൂലമായ പുനഃസംഘടനകൾ ഉണ്ടാകുമെന്നുമാണ് ഈ റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ്. ആഗോള AI മുന്നൊരുക്ക സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതും ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് UNCTAD 2024 സാങ്കേതികവിദ്യ നവീകരണ റിപ്പോർട്ട് അനുസരിച്ച് AI ഉൾപ്പെടെയുള്ള നവസാങ്കേതിക വിദ്യകളിലെ 170 രാജ്യങ്ങളിൽ ഇന്ത്യ 36ാം സ്ഥാനത്താണുള്ളത്. സ്വകാര്യ AI നിക്ഷേപങ്ങളിൽ ഇന്ത്യക്ക് ആഗോളതലത്തിൽ 10ാം സ്ഥാനവുമുണ്ട്. ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ ലോകത്ത് 3ാമതും എന്നാൽ വ്യാവസായിക ശേഷിയിൽ 10ാമതും ഇന്ത്യ നിൽക്കുമ്പോൾ ICT ലഭ്യതയിലും നൈപുണ്യ വികസനത്തിലും കൂടുതൽ മെച്ചപ്പെടുത്തലുകളും ആവശ്യമാണ്. അതേസമയം IMFന്റെ 2024 AI തയ്യാറെടുപ്പ് സൂചിക, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ് 2024 പ്രകാരം 174 രാജ്യങ്ങളിൽ 72ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സ്റ്റാൻഫോർഡ് AI ഇൻഡെക്സ് 2024 പ്രകാരം AI നൈപുണ്യ വ്യാപനത്തിൽ ഇന്ത്യ ലോകത്ത് 1ാം സ്ഥാനത്താണെന്നതും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് സംജാതമായിരിക്കുന്ന ഈ ഒരു AI അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ശ്രമിക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ മാസം പുറത്തു വന്ന ഭാവി ജോലികളെക്കുറിച്ചുള്ള ലോക എക്കണോമിക് ഫോറം റിപ്പോർട്ട് പ്രകാരം വരുന്ന 5 വർഷത്തിനുള്ളിൽ തൊഴിൽ മേഖലയിലെ 4/1 ജോലികളും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതികവൽക്കരണം, പുനരുപയോഗം സാധ്യമാക്കുന്ന ഊർജ്ജ മേഖലകൾ, ഉൽപാദന വിതരണ മേഖലയിലെ പുതിയ രീതികൾ എന്നിവ ആഗോളതലത്തിൽ തൊഴിൽ മേഖലയെ പുനഃക്രമീകരിക്കും. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ 25% തൊഴിൽ രീതികളിലും മാറ്റം വരും. ദ്രുതഗതിയിലുള്ള ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ ആവശ്യമായ കഴിവുകൾ അത് പല തൊഴിലാളികൾക്കും ഉണ്ടായിരിക്കില്ല എന്ന ലോക സാമ്പത്തിക ഫോറം റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള 45 രാജ്യങ്ങളിലായി 11.3 ദശലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന 800-ലധികം കമ്പനികളിലാണ് ലോക ഇക്കണോമിക് ഫോറം പഠനം നടത്തിയത്. കോഴ്സെറ പോലുള്ള ഓൺലൈൻ ട്രെയിനിങ് സൈറ്റുകളും ലിങ്ക്ഡിൻ, ഇൻഡീഡ് തുടങ്ങിയ ജോബ് പോർട്ടലുകളുമൊക്കെ ഈ പഠനത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു. റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ പറയുന്നത്, കോവിഡ് തൊഴിൽ മേഖലയിൽ സൃഷ്ടിച്ച വ്യാപകമായ അസ്ഥിരതയ്ക്ക് ശേഷം വരാനിരിക്കുന്ന മാറ്റങ്ങൾക്കും അവസരങ്ങൾക്കും വേണ്ടി മികച്ച രീതിയിൽ തയ്യാറാക്കുന്നതിന് ഇത് സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കൂട്ടം ജോലികൾ ഇല്ലാതാകുമെങ്കിലും ഓട്ടോമോഷൻ നൂതനമായ ജോലികൾ സൃഷ്ടിക്കുമെന്ന് മുൻനിര ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനമായിട്ടുള്ള ഗോൾഡ്മാൻ സാച്ച് നടത്തിയ പഠനത്തിലും പറഞ്ഞിരുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കമ്പനികൾക്ക് ചിലവ് ലാഭിക്കാനും പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക്, സാങ്കേതിക സാധ്യതകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനും ഫലപ്രദമായി തന്നെ വിഭവങ്ങളെ വിന്യസിക്കാനും ഒക്കെ കഴിയും. ഇത്തരം സാധ്യതകളിലൂടെ ആത്യന്തികമായി ആഗോള വാർഷിക GDP 7% വർദ്ധിക്കുമെന്ന റിപ്പോർട്ടും പറയുന്നുണ്ട്. വരും നാളുകളിലൊക്കെ മാറ്റങ്ങളുടെ ചാലകശക്തി എന്ന നിലയ്ക്ക് ടെക്നോളജി കമ്പനിയുടെ വരുമാനം നിർമ്മിത ബുദ്ധി മേഖലയിൽ അവരുടെ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്തുക. പുതിയ AI ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് മേഖലയിൽ ഒന്നാമതെത്തുവാനുള്ള മത്സരത്തിലാണ് ആഗോള ഭീമന്മാർ. കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റ് പുറത്തുവിട്ട പുതിയ ഉൽപ്പന്നമായ കോപൈലറ്റ് ഡോക്യുമെന്റുകൾ AI ഉപയോഗപ്പെടുത്തി കൂടുതൽ നന്നായി മാറ്റി എഴുതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആകർഷകമായ പ്രസന്റേഷനാക്കി മാറ്റാനുമൊക്കെ കഴിവുള്ളതാണ്. മൈക്രോസോഫ്റ്റ് CEO ആയിട്ടുള്ള സത്യ നദല്ല നിർമ്മിത ബുദ്ധി മേഖലയിലെ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞത്, AI സംബന്ധിയായ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ വരുമാനം കാലക്രമേണ വളരുമെന്ന് തന്നെയാണ്. പുതിയ AI ആപ്ലിക്കേഷനുകളും ഉപകരണങ്ങളും തൊഴിലിടങ്ങളിലും പുറത്തും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുന്നതോടെ തൊഴിലും തൊഴിലിടങ്ങളിലെ പരിവർത്തനത്തിന് വിധേയമാവുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. മൊബൈൽ ഫോണിൻ്റെ വരവോടെ മൊബൈലും അനുബന്ധ കച്ചവടക്കാരും വ്യാപകമായതുപോലെ ഊബറിൻ്റെ വരവ് ഡ്രൈവർമാരുടെ മുന്നിൽ പുതിയ സാധ്യതകൾ തുറന്നു വെച്ചതുപോലെ പുതിയ സാങ്കേതിക വിദ്യ വിപ്ലവം നമുക്ക് സങ്കല്പിക്കാനും പ്രവചിക്കാനും സാധ്യമല്ലാത്ത തൊഴിലവസരങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. സാമ്പത്തിക ഫോറം റിപ്പോർട്ട് പ്രകാരം ഹരിത സാങ്കേതിക വിദ്യകളുടെയും പുനരുപയോഗിക്കുന്ന ഊർജത്തിൻ്റെയും ഒക്കെ വ്യാപനമായിരിക്കും വരും നാളുകളിൽ തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കുന്ന മറ്റൊരു മേഖല. സുസ്ഥിര വികസന വിദഗ്ധർ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ വിദഗ്ധർ, സൗരോർജ്ജ വിദഗ്ധർ എന്നിവർക്ക് ഉയർന്ന തൊഴിലവസരങ്ങൾ തന്നെ ഇതിനോടകം സാധ്യമാകും.
തൊഴിലധിഷ്ഠിത പരിശീലനങ്ങളുടെയും ഉന്നത വിദ്യാഭ്യാസ അധ്യാപകരുടെയുമായി 3 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതോടെ വിദ്യാഭ്യാസ മേഖലയിൽ 10% വളർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. തൊഴിൽ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളും പുതിയ സാധ്യതകളും സെർച്ച് ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. AI ഈ അതിവേഗ വളർച്ച വ്യക്തികൾക്കും ചെറുകിട സംരംഭങ്ങൾക്കും ഒരുപാട് അവസരങ്ങളാണ് തുറന്നു കൊടുക്കുന്നത്. മനുഷ്യന്റെ കഴിവുകൾക്ക് AI ശക്തി കൂട്ടിച്ചേർക്കുമ്പോൾ അതിശയകരമായ ഫലങ്ങൾ കാണാൻ സാധിക്കും. ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ AI സ്വാധീനം വളരെ നിർണായകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തൊഴിൽ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളും പുതിയ സാധ്യതകളുമൊക്കെ നമ്മൾ നിരന്തരം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. AI ഈ അതിവേഗ വളർച്ച അത് വ്യക്തികൾക്കും ചെറുകിട സംരംഭങ്ങൾക്കൊക്കെ വലിയ അവസരങ്ങൾ തന്നെ തുറന്നു കൊടുക്കുന്നതാണ്. എന്തിനു പറയുന്നു, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ പോലും AI സ്വാധീനം വളരെ നിർണായകമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. രോഗനിർണയം വേഗത്തിലാക്കാനും ചികിത്സാ രീതികൾ മെച്ചപ്പെടുത്താനുമൊക്കെ ആശുപത്രി പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനും മൈക്രോസോഫ്റ്റ് പോലുള്ള ടെക് ഭീമന്മാർ AI സാങ്കേതികവിദ്യ വ്യാപകമായി തന്നെ ഉപയോഗിക്കുകയാണ്. ഉദാഹരണം നോക്കിയാൽ മൈക്രോസോഫ്റ്റ് ക്ലൗഡ് ഫോർ ഹെൽത്ത് കെയർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ രോഗികളുടെ വിവരങ്ങൾ വിശകലനം ചെയ്യാനും ചികിത്സാ തീരുമാനങ്ങളെ പിന്തുണയ്ക്കാനും പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റ് ചെയ്യാനുമൊക്കെ ഇത് സഹായിക്കും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാവിയിൽ ഇത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. കൂടുതൽ കൃത്യതയും കാര്യക്ഷമതയും സാധ്യമാക്കുന്നുണ്ട് ഇത്തരം സാങ്കേതിക വിദ്യകൾ. ചുരുങ്ങിയ കാലയളവിൽ തന്നെ AI സഹായത്തോടെ ഒരാൾക്ക് $1 ബില്യൺ കമ്പനി പോലും ഒറ്റയടിക്ക് വിജയകരമായി നടത്താൻ സാധിക്കുമെന്നാണ് അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയായിട്ടുള്ള ആന്ത്രോപിക്കിൻ്റെ CEO ഡാരിയോ അമോഡെ പ്രവചിച്ചത്. ജോലിയുടെ സ്വഭാവം വെറും ഓട്ടോമേഷൻ അല്ല, മറിച്ച് മനുഷ്യൻ്റെ ചിന്താശേഷിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുതിയ തലത്തിലേക്ക് നയങ്ങൾ എത്തിക്കുകയാണ് വേണ്ടത്. 2021 ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് OECD പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഭാവിയിൽ ആവശ്യമായിട്ടുള്ള കഴിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. സൃഷ്ടിപരത, പ്രശ്നപരിഹാരശേഷി, സഹവർത്തിത്വം, സാമൂഹിക ബോധം, ആത്മവിശ്വാസം തുടങ്ങിയവയൊക്കെയാണത്. AI തൊഴിൽ മേഖലയിൽ വേഗത്തിൽ തന്നെ മാറ്റം വരുമ്പോൾ ഈ മാനസിക കഴിവുകൾക്കായാണ് തൊഴിൽ ലോകം ആളുകളെ കൂടുതലായി തിരയുന്നതും. പഠനം കാര്യക്ഷമമാക്കാൻ അത് തൊഴിൽ സാധ്യതകളുമായി നിരന്തരം ബന്ധപ്പെട്ടതായിരിക്കണം. സ്കൂൾ തലം മുതൽ +2 വരെ കുട്ടികളെ ആഴത്തിലുള്ള ചിന്തയും ടീമിൽ പ്രവർത്തിക്കാനുള്ള മനോബോധവും സാമൂഹിക പ്രതിബദ്ധത എന്നിവയിലൊക്കെ ആധികാരികമായി പരിശീലിപ്പിക്കപ്പെടണം. അനേകം രാജ്യങ്ങളാണ് ഇതിനായി നൂതനമായ വിദ്യാലയ മാതൃകകളിലൂടെ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ഇക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച 2023 ഒരു റിപ്പോർട്ട് പ്രകാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ 83 ദശലക്ഷം ജോലികൾ നഷ്ടപ്പെടുമെന്നും 69 ദശലക്ഷം പുതിയ ജോലികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. പുതിയ ജോലി മേഖലകൾ ഗ്രീൻ ഇക്കണോമി, ടെക്നോളജി ഡെവലപ്മെൻറ്റ്, AI എത്തിക്സ്, ക്രിയേറ്റീവ് ആർട്സ്, മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് പോലുള്ളവയാകുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പുതിയ ജോലി മേഖലകൾക്ക് ആവശ്യമായത് കാണാപ്പാഠം പഠിക്കുന്ന വിദ്യാർത്ഥികളെയല്ല, മറിച്ച് പ്രശ്നപരിഹാര ശേഷിയുള്ള, ആശയവിനിമയ മികവുള്ള, സൃഷ്ടിപരമായ വ്യക്തികളെ തന്നെയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസം ഒരു പൊതുവായ രീതിയിൽ എല്ലാവർക്കും ഒരേ പാഠം പഠിപ്പിച്ചാൽ മാത്രം മതിയാവില്ല. ഓരോരുത്തർക്കും അവരുടെ തനത് കഴിവുകൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾക്കനുസരിച്ച് പഠനത്തിൽ മാറ്റങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ്. AI സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം ഇന്ത്യ ചില വെല്ലുവിളികളും അഭിമുഖീകരിക്കുന്നുണ്ട്. AI ധാർമ്മിക ഉപയോഗത്തിനുള്ള വ്യക്തമായ ചട്ടക്കൂടുകളുടെ അഭാവം, ഗ്രാമീണ മേഖലകളിൽ AI സാധ്യതകൾ എത്തിക്കുന്നതിലെ പരിമിതികൾ, ഡാറ്റ സ്വകാര്യതയും സുരക്ഷയും സംബന്ധിച്ച ആശങ്കകൾ, AI പരിശീലനത്തിനുള്ള ഡാറ്റ ലഭ്യതയുടെ കുറവ് തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. AI സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടൊപ്പം തന്നെ ഇന്ത്യ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിൽ ചിലത് മാത്രമാണ് AI ധാർമ്മിക ഉപയോഗത്തിനുള്ള വ്യക്തമായ ചട്ടക്കൂടുകളുടെ അഭാവം, ഗ്രാമീണ മേഖലകളിൽ AI സാധ്യതകൾ എത്തിക്കുന്നതിലെ പരിമിതികളും, ഡാറ്റ സ്വകാര്യതയും സുരക്ഷയും സംബന്ധിച്ച ആശങ്കകളുമൊക്കെ. ഇതൊന്നും കൂടാതെ വേണ്ടത്ര ഡാറ്റാ സെൻറ്ററുകളും അതിവേഗ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ഇതോടൊപ്പം പ്രധാനമാണ്. ഈ വെല്ലുവിളികളെ അതിജീവിച്ചാൽ മാത്രമാണ് AI പൂർണ്ണ സാധ്യതകൾ ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. AIക്കും മനുഷ്യർക്കുമിടയിൽ വ്യക്തമായ അതിരുകൾ കാണാനാകും. AI വളരെ കാര്യക്ഷമമായും കൃത്യമായും പ്രവർത്തിക്കുമ്പോഴും അതിന് അന്തർലീനമായ ഒരുപാട് പരിമിതികളുണ്ട്. മനുഷ്യൻ്റെ കരുണയും നൈതിക ബോധവും വികാരങ്ങളും സഹാനുഭൂതിയും
താത്വിക ചിന്തയുമൊക്കെ ഈ മേഖലയിലുള്ള AI പോരായ്മ ഇപ്പോഴും പ്രകടമാവുകയാണ്. അതിനാൽ തന്നെ ഈ മേഖലയിൽ മനുഷ്യശേഷി അവിശ്വസനീയമായി തന്നെ മുന്നോട്ടു പോകുന്നു. അതാണ് നമ്മുടെ നിർമ്മിത ബുദ്ധിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സവിശേഷത. സാം ഓൾട്ട്മാൻ പറഞ്ഞതുപോലെ യന്ത്രങ്ങൾ കൂടുതൽ മിടുക്കരാകാം, പക്ഷേ മനുഷ്യർ കൂടുതൽ വിവേകമുള്ളവരായിരിക്കണം. അതെ, ഭാവിയിലേക്ക് നമ്മെ ആരും എത്തിക്കേണ്ടതല്ല, പകരം നമ്മൾ ഓരോരുത്തരും ചേർന്ന ഭാവിയെ സജീവമായി നിർമ്മിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ AI ഒരു ഭീഷണിയായി കാണാതെ അതിനൊരു പങ്കാളിയായി സ്വീകരിച്ചുകൊണ്ട് അതോടൊപ്പം നമ്മളും വളരണം. തൊഴിലും വിദ്യാഭ്യാസവും ഒക്കെ അവയുടെ ആധികാരികമായ പുനരവലോകനത്തിലൂടെയും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലൂടെയൊക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. AI യുഗത്തിൽ വിജയിക്കാൻ വേണ്ടത് കേവലം വിവരങ്ങൾ നേടുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ അറിവിനെ നന്നായി മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയാണ്. ക്രിയാത്മകമായി സംവദിക്കുകയും ഒക്കെ ചെയ്യണം. അതുതന്നെയാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന തനിമയും മൗലിക മൂല്യവുമൊക്കെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ തൊഴിൽ വിപണിയെ ഒരു സുനാമി പോലെ ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ മുന്നറിയിപ്പ് നൽകിയത്. ദവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ വാർഷിക യോഗത്തിലായിരുന്നു അവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകം മുഴുവൻ AI വരവ് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും, എന്നാൽ ചിലയിടങ്ങളിൽ ഇത് സൃഷ്ടിക്കുന്ന ആഘാതം മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കുമെന്നത് ആശങ്കാജനകമാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. AI അതിവേഗത്തിലുള്ള വികസനം സമ്പദ് വ്യവസ്ഥകളെ വലിയ രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുകയാണെന്നാണ് ഇപ്പോൾ ജോർജിയേവ ചൂണ്ടിക്കാട്ടിയത്. ഈ മാറ്റത്തിന് ചില തൊഴിൽ മേഖലകളിൽ കൂടുതൽ വളർച്ച കൈവരിക്കുമ്പോൾ മറ്റു ചിലത് പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ഗവേഷണ വിശകലനവും വിവർത്തനം തുടങ്ങിയ മേഖലകളിൽ AI ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ വികസിത രാജ്യങ്ങളിലെ 60% ജോലികളെയും AI സ്വാധീനിക്കുമ്പോഴും താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ഇത് 20 മുതൽ 26% വരെയാണ്. ഈ അസമത്വം പരിഹരിക്കാൻ രാജ്യങ്ങൾ കഴിവുകളിൽ നിക്ഷേപിക്കണമെന്നും അവർ ഊന്നി പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ തൊഴിൽ വിപണിയെ സുനാമി പോലെ ബാധിക്കുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നാണയനിധി മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ മുന്നറിയിപ്പ് നൽകിയത്. ആഗോള ഉൽപാദനക്ഷമതയിൽ 0.8% വരെ വർധനവുണ്ടാക്കാൻ AIക്ക് സാധിക്കുമെന്നാണ് IMFന്റെ കണക്കുകൂട്ടൽ. ഇത് കോവിഡിന് മുമ്പുള്ള വളർച്ചാ നിരക്കിനേക്കാൾ മികച്ച സാമ്പത്തിക മുന്നേറ്റത്തിന് സഹായിക്കുന്നതാണ്. എങ്കിലും തൊഴിൽ മേഖലയിൽ വരുത്തുന്ന 40% മാറ്റങ്ങൾ മെച്ചപ്പെട്ട വേതനത്തിന് വഴിയൊരുക്കുന്നില്ല എന്നുള്ള വസ്തുത ഗൗരവത്തോടെ തന്നെ കാണണം. 5ാം വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ നിക്ഷേപത്തിന് മേലുള്ള വരുമാനം കണ്ടെത്തുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിനുള്ള പരിഹാരങ്ങൾ വിന്യസിക്കുന്നതിലൂടെ ആയിരിക്കുമെന്നും ഇന്ത്യൻ IT മന്ത്രി അശ്വനി വൈഷ്ണവ് പറയുന്നുണ്ടായിരുന്നു. സൗദി നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലി ഉൾപ്പെടെയുള്ള പ്രമുഖരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. സാങ്കേതിക വിദ്യയുടെ വ്യാപനം ആഗോളതലത്തിൽ എല്ലാവർക്കും ലഭ്യമാകണമെന്നും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. AI ശക്തി അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്നതാണ് എന്നതിലാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. AI ശക്തി അതെല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്നതാണ് എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. മത്സരം പുരോഗമിക്കുമ്പോഴും സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങളെല്ലാം സമ്പദ് വ്യവസ്ഥകളിലേക്കും തുല്യമായി എത്തേണ്ടതും ഭാവി വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നുള്ള ചർച്ചകളാണ് വിലയിരുത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിയെ തലതിരിക്കുമോ, അത് ഭാവിയിൽ ഭീഷണിയാവുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്ന കാലത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. പല മേഖലകളിലും AI സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ മേഖലകളിലേക്ക് നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനം വിപുലീകരിക്കുകയും ചെയ്യുന്ന വേളയിൽ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ആഗോളതലത്തിലെ പ്രമുഖ NGO ആയ CFA ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ നടത്തിയ ഒരു സാമ്പിൾ സർവേ പറയുന്ന കാര്യങ്ങൾ കൂടി നോക്കാം. ആഗോളതലത്തിൽ പ്രമുഖ NGO ആയിട്ടുള്ള CFA ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ നടത്തിയൊരു സാമ്പിൾ സർവേ, അതിൽ പങ്കെടുത്ത 70%-ലധികം ബിരുദധാരികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തങ്ങളുടെ ജോലികൾക്ക് ഭാവിയിൽ കനത്ത വെല്ലുവിളിയാവുമെന്ന് വിലയിരുത്തുന്നവരാണ്. ഇത് പുതിയ തലമുറയ്ക്ക് AI ഭയത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടുന്നത് തങ്ങളുടെ കരിയർ സാധ്യതകളും വർദ്ധിപ്പിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത 92% പേരും അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന പക്ഷക്കാരാണ് ഇത്രയും അധികം പേരെന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം.
നിക്ഷേപ പ്രൊഫഷണലുകളുടെ ആഗോള സംഘടനയായ CFA ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്ലോബൽ ഗ്രാജുവേറ്റ് ഔട്ട്ലുക്ക് സർവേ 2025 പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള 1250 പേർ ഉൾപ്പെടെ 9000-ത്തിലധികം പുതിയ ബിരുദധാരികളിൽ സർവേ ശേഖരിച്ചിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ബിരുദധാരികൾ ആഗോള ശരാശരിയേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നതും AI അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഉപകരണങ്ങൾ തങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ ഉറപ്പാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുമെന്നാണ്. അതായത് ലോകത്തിൽ തന്നെ AI സംവിധാനങ്ങളെ ഭയക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യൻ യുവാക്കളാണെന്ന് സാരം. 50%-ത്തിലധികം പേർക്ക് AI ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിലും 56% പേർക്ക് AI കഴിവുകൾ ഉണ്ടായിരിക്കുന്നത് പ്രസക്തമായ സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ടായിരിക്കുന്നതിന് പുറമെ തൊഴിൽ വിപണിയിൽ ഒരു മുൻതൂക്കം നൽകുന്ന കാര്യമാണെന്ന വിശ്വാസവുമുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം AI കരിയറുകളോടുള്ള താല്പര്യവും സ്ഥിരമായ വളർച്ച കൈവരിക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. 2024-ലെ 59%-ത്തിൽ നിന്ന് ഈ വർഷം 63%-ആയി അത് വളർന്നു. ഇതൊരു ചെറിയ ശതമാന വർധനയാണെന്ന് ചിന്തിച്ച് തള്ളിക്കളയേണ്ട, കാരണം അത് വലിയൊരു വ്യത്യാസം തന്നെയാണ് ഉണ്ടാക്കുന്നത്. മനുഷ്യൻ ചെയ്തു വരുന്ന പല ജോലികളും മികച്ച രീതിയിലും വളരെ കുറഞ്ഞ ചിലവിലും AI അധിഷ്ഠിതമായ ഉപകരണങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ AI വളർന്നു വരുന്നത് മനുഷ്യരാശിക്ക് ഭീഷണിയാകുമെന്നുള്ള മുന്നറിയിപ്പുകളും വരുന്നുണ്ട്. വരും കാലങ്ങളിൽ ജോലിയില്ലാത്ത സാഹചര്യത്തിലേക്ക് സമൂഹമാകെ മാറുമോ എന്ന ആശങ്ക മിക്കവരിലും പ്രകടമായി തുടങ്ങിയിട്ടുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.